മലപ്പുറത്ത് കിണറ്റിൽ വീണ് കരകയറിയ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചു. സുരേന്ദ്രൻ, വിക്രം എന്നീ കുങ്കിയാനകളെയാണ് മുത്തങ്ങയിൽ നിന്നും എത്തിച്ചത്. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കും വനംവകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. 20 മണിക്കൂറിനൊടുവിൽ കിണർ ഇടിച്ച ശേഷമാണ് ഇന്നലെ ആനയെ പുറത്ത് എത്തിച്ചത്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടി തന്നെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ജിഷാദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ജിഷാദ് നൽകും വിവരങ്ങൾ. ജിഷാദ്, മലപ്പുറത്ത് കിണറ്റിൽ വീണ് കരകയറിയ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയിരിക്കുകയാണ്. എന്തായാലും കുങ്കിയാനകളും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. അക്ഷയ, ഇന്നലെയാണ് ഉറങ്ങാട്ടിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കരകയറ്റിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാന കിണറ്റിൽ നിന്നും പുറത്തു കടന്നത്. തുടർന്ന് ആന ഏറെ സമയത്തിന് ശേഷം ഉൾവനത്തിലേക്ക് കയറിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും ബാളം വെച്ചും കൊമ്പനെ ഉൾവനത്തിലേക്ക് കയറ്റിയാണ് വിട്ടത്. അതുപോലെ തന്നെ 20 മണിക്കൂറോളം കുടുങ്ങി ആനയെ ഏറെ പരിശ്രമത്തിനൊടുവിലാണ് കിണറ്റിൽ നിന്നും കരകയറ്റിയത്. കിണറിടിച്ചാണ് ആനയെ കരകയറ്റിയത്. പകൽ നാട്ടുകാരെ പ്രതിഷേധത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കിണറിന്റെ ഒരു ഭാഗം JCB ഉപയോഗിച്ചാണ് ഇടിച്ചാണ് നിരത്തിയിട്ടാണ് ആനയെ കരകയറ്റിയത്. ആനക്ക് കാര്യമായ പരിക്കില്ലെങ്കിലും ആന ക്ഷീണിതനാണെന്നാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം കുങ്കിയാനകളെ ഉപയോഗിച്ച് വനത്തിനുള്ളിൽ നിരീക്ഷിക്കാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. വയനാട്ടിൽ നിന്നാണ് കുങ്കിയാനകളെ എത്തിച്ചിട്ടുള്ളത്. അക്ഷയ, ജിഷാദ്, ഈയൊരു ദൗത്യം നമ്മൾ തുടക്കം മുതലേ കണ്ടതായിരുന്നു. ഏറെ നേരം പണിപ്പെട്ടതിന് ശേഷമാണ് ആന എത്രയധികം നേരം വെള്ളത്തിലായിരുന്നു നിന്നത്. കരകയറാൻ ആനയും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഘടന രീതികളൊക്കെ, കിണറിൻ്റെ ഒരു രീതിയൊക്കെ വലിയ തടസ്സം തന്നെയായിരുന്നു സൃഷ്ടിച്ചത്. അങ്ങനെ രാത്രി വൈകി തന്നെയാണ് ആന രക്ഷപ്പെട്ടതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഏറെ അവശനായ ഒരു ആന തന്നെയാണ്. ഇപ്പോൾ കുങ്കിയാനകൾ എല്ലാം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എത്ര നേരം ദൗത്യം നീളാനുള്ളൊരു സാഹചര്യമാണുള്ളത്? അക്ഷയ, ഉൾവനത്തിലേക്കാണ് ആന നിലവിൽ കയറിയിട്ടുള്ളതെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ ആനയെ ഉൾവനത്തിൽ വെച്ചിട്ട് തന്നെ കുങ്കിയാനകളുടെ സഹായത്തോടെ നിരീക്ഷിക്കാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. ഏറെ ക്ഷീണിതനാണ് ആന എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ തുടർ ദിവസങ്ങളിലായിട്ട് ആനയെ നിരീക്ഷിക്കും. എന്നിട്ട് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അക്ഷയ, ഈ നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ്? കാരണം ദിവസങ്ങളോളം ഒരു ആനഭീതിയിൽ തന്നെയായിരുന്നു ആ ഒരു ജനവാസ കേന്ദ്രം. പക്ഷേ ഇപ്പോൾ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ ജനങ്ങളുടെ ഒരു പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ പകൽ നാട്ടുകാർ ഏറെ പ്രതിഷേധത്തിനൊടുവിലാണ് ആനയെ ഇന്നലെ കരകയറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത്. ഇവിടുത്തെ നഷ്ടപരിഹാര തുക നാട്ടുകാർക്ക് നൽകാമെന്നും നിരവധി ഉറപ്പുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്നും നൽകിയതിനു ശേഷമാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ നാട്ടുകാർ സമ്മതിച്ചത്. അതിനുശേഷമാണ് JCB ഉപയോഗിച്ച് ആനയെ കരകയറ്റുന്നത്. അക്ഷയ, കിടങ്ങുകളൊക്കെ സ്ഥാപിക്കുന്ന ഒരു സ്ഥിരം പതിവ് കാഴ്ചകൾ തന്നെയാണ്. വന്യമൃഗങ്ങളൊക്കെ അതിൽ പെടുന്നതൊക്കെ നമ്മൾ നിത്യകാഴ്ചകളായിട്ട് കണ്ടുവരുന്നതാണ്. ഈ ആനയെ രക്ഷിച്ചതിന് ശേഷം ആ കിണർ മൂടുകയോ അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരുന്നു ഈ കിണർ. ഇനി നിലവിൽ ഈ കിണർ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ സംഘടിക്കുകയും പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് DFOന്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം നാട്ടുകാരുമായി ചർച്ച നടത്തി ശേഷമാണ് രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ സമ്മതിച്ചത്. നിലവിൽ വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു സ്ഥലമാണ് ഉറങ്ങാട്ടിലെ ഈ സ്ഥലം. അക്ഷയ, ശരി, എന്തായാലും മലപ്പുറത്ത് കിണറ്റിൽ വീണ് കരകയറിയ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചിരിക്കുകയാണ്. സുരേന്ദ്രൻ, വിക്രം എന്നീ കുങ്കിയാനകളെയാണ് മുത്തങ്ങയിൽ നിന്നും എത്തിച്ചിരിക്കുന്നത്. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി നിരീക്ഷിച്ച ശേഷമാകും വനംവകുപ്പിന്റെ തുടർ നടപടികൾ ഉണ്ടാകുക. 20 മണിക്കൂറിനൊടുവിലാണ് കിണറിടിച്ച ശേഷം ഇന്നലെ ആനയെ പുറത്ത് എത്തിച്ചത്. വിവരങ്ങളാണ് ജിഷാദ് നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.